ഹായ്, എല്ലാവർക്കും ഫുഡി ബോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡി ബോയിൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു തോരനാണ് നമ്മുടെ കൂമ്പ് തോരൻ. നമ്മുടെ വാഴയുടെ കൂമ്പ് തോരൻ വളരെ സിമ്പിളാണ്, വളരെ എനർജറ്റിക് ആയിട്ടുള്ളൊരു സാധനമാണ് ഈ കൂമ്പ് തോരൻ എന്ന് പറയുന്നത്. വളരെ മിനറൽസ് ഉള്ള സാധനമാണിത്. അപ്പോൾ നമുക്ക് നമ്മുടെ കൂമ്പ് തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ കൂമ്പ് തോരൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. കൂമ്പ് തോരൻ ഉണ്ടാക്കാനെ കൊണ്ട് ഞാനിപ്പോൾ ഒരു കൂമ്പ് എടുത്തേക്കാണ്. നമ്മുടെ മാർക്കറ്റിലേക്ക് ഈ കൂമ്പ് കിട്ടും, അല്ലാതെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്കത് എടുക്കാം. മാർക്കറ്റിൽ 10-20 രൂപയുള്ളൊരു കൂമ്പിന്. അപ്പോൾ നല്ലോണം നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ കൂമ്പ് നല്ലോണം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്, കൊത്തി അരിയത്. കൊത്തി അരിയുന്ന വീഡിയോ കാണിക്കുന്നതിനെക്കാട്ടിലും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നാര് കളയുക എന്നുള്ളതാണ്. ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് കൊത്തി അരിഞ്ഞെടുക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ഇച്ചിരി വെളിച്ചെണ്ണ പുരട്ടിയിട്ട് നമ്മൾക്ക് ഇത് തിരുമ്മി നാര് കളയണം. അപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ നാര് നമ്മളിങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഈ കയ്യിലെ കറയുണ്ട്, ഈ കറ കളയാനെ കൊണ്ട് നമുക്കൊരു ഇച്ചിരി പിഴിപുളി വെച്ച് കൈ നല്ലോണം കഴുകിയെടുത്താൽ മതി. സോപ്പൊന്നും ഇട്ട് കഴിഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും കറ പോകത്തില്ല, നമ്മൾ ഉരച്ചുള്ള ഊപ്പാട് വരുത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കൂമ്പ് നല്ലോണം അരിഞ്ഞെടുത്തേക്കാണ്, നല്ല വൃത്തിയാക്കി എടുത്ത് അതിനകത്ത് നാരൊക്കെ എടുത്ത് കളയുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് തോരൻ വെക്കാം. ഈ തോരൻ വെക്കുമ്പം എല്ലാവരും വാഴ കൂമ്പിൻ്റെ കൂടെ പയറിട്ട് തോരൻ വെക്കും. ഞാൻ ഈ തവണ പയറില്ലാതെ ഒരു തോരൻ എങ്ങനെ വെക്കാമെന്നാണ് കാണിക്കുന്നത്. കൂമ്പും പയറും അല്ല തോരൻ വെക്കുന്നത്, കൂമ്പ് മാത്രമാണ് നമ്മളിന്ന് തോരൻ വെക്കുന്നത്. കൂമ്പ് തോരൻ ഉണ്ടാക്കാനെ കൊണ്ട് നമുക്കൊരു അരപ്പുണ്ടാക്കണം. അതിനുള്ള തേങ്ങയാണിത്. അരമുറി തേങ്ങ എടുത്ത് ചിരികയൊക്കെയാണ്. ഇത് നമ്മുടെ ജീരകമാണ്, സാദാ ജീരകം, അതൊരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പച്ചമുളക് 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ടൊന്ന് ചതച്ച് കൊണ്ടുവരാം. തോരൻ വെക്കാനെ കൊണ്ട് നമുക്ക് കുറച്ച് എണ്ണ എടുക്കാം. വെളിച്ചെണ്ണയാണ്, ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ, നമുക്ക് കടുക് വറക്കാം. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, അതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് കടുക് 1 ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി, അതിനകത്തോട്ട് നമ്മുടെ കൊച്ചുള്ളി കട്ട് ചെയ്തതാണ്, ഒരു 3 കൊച്ചുള്ളി എടുത്ത് കട്ട് ചെയ്തതുണ്ട്. കൂടെ തന്നെ നമ്മുടെ വറ്റൽമുളക് 2 എണ്ണം ഇട്ട് കൊടുക്കുക. ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോണം, കരിയരുത്. വറ്റൽമുളക് ഒന്ന് മൂത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് കറിവേപ്പില എല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മൾ നല്ലോണം കടുക് വറുത്തേക്കാണ്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമ്മുടെ കൂമ്പ് ഇട്ട് കൊടുക്കാം. കൂമ്പിട്ടിട്ട് നല്ലോണം നമുക്ക് ഇളക്കണം, നല്ല രീതിയിൽ ഇളക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം നമുക്ക്. അതിനുശേഷം നമ്മുടെ അരപ്പ്, ചതച്ച് വെച്ചേക്കുന്ന അരപ്പ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അരപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ എല്ലായിടത്തും പറ്റണം നമ്മുടെ അരപ്പ്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കൈവെള്ളം തളിച്ചിട്ട് നമുക്ക് നല്ലോണം ഇളക്കി അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ കൈവെള്ളം തളിച്ചിട്ട് നമുക്ക് അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ നമ്മുടെ കൂമ്പൊന്ന് ഇടയ്ക്ക് നമുക്ക് എടുത്ത് നോക്കണം. അടപ്പ് തുറന്നെടുത്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് വെന്ത് വരുന്നുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കണം. നല്ലോണം വെന്ത് വരുന്നുണ്ട്. ഓക്കെ, നല്ലോണം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കൊത്തിയിട്ട് വീണ്ടും അടച്ച് വെക്കാം. ഇനിയിപ്പോൾ ഒന്നുകൂടി നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. നമ്മുടെ തോരൻ നല്ലോണം വെന്ത് വന്ന് കാണാം. ഇപ്പോൾ ഒരു 10 മിനിറ്റായി, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കാം. അടിക്കൊന്നും പിടിച്ചിട്ടില്ല, നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ തോരൻ, കൂമ്പ് തോരൻ. ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പയർ വേവിച്ചിടാം. ഞാൻ പയറില്ലാതാണ് കൂമ്പ് തോരൻ എടുക്കുന്നത്. പിന്നെ കടുക് വറക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഉഴുന്നും കൂടി ഇടാം. ഇതിപ്പം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂണോളം മതി.
പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് ചൂടാക്കിയിട്ട് വാങ്ങാം. ഇപ്പോൾ നല്ലോണം വെന്ത് വന്നേക്കാണ് നമ്മുടെ കൂമ്പ് തോരൻ. അടിപൊളിയായിട്ട് ദേ വെന്ത് വന്നിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരുപാട് മിനറൽസ് ഉള്ള ഒരു ഐറ്റമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്കിനിയിപ്പം സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വാഴക്കൂമ്പ് തോരൻ അടിപൊളിയായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് ഇത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള സാധനമാണ് ഈ വാഴക്കൂമ്പ്. അതിനകത്ത് ഒരുപാട് വിറ്റാമിൻസും മിനറൽസും ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീട്ടിലുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് പയർ ചേർക്കാം. പക്ഷേ ഞാൻ ഈ തവണ പയർ ചേർത്തില്ല. പയർ ചേർക്കാതെ എടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്, പയർ ചേർത്തെടുക്കുമ്പോഴും വേറൊരു ടേസ്റ്റാണ്. രണ്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ വരുന്നിടം വരെ ബൈ ബൈ.